ഹലോ ഗേയ്സ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഫോ 1Mഉം TMG സ്പോർട്സും കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവനെ സെമി ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സോളിന്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 3ൽ 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. സൗമ്യ സോളോ 6 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയ ലാസ്റ്റ് മാച്ചിൽ 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും അവിടെ നഗുല് 5 ഫിനിഷ് സ്വന്തമാക്കി. അങ്ങനെ സോള് കളിച്ച 4 മാച്ചുകളിൽ 2 ചിക്കനടക്കം 69 പോയിന്റോട് കൂടിയിട്ട് സോൾ ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ട്രോയ് തമിഴാസ് നിൽക്കുന്നുണ്ട്. അവരും 2 ചിക്കനോട് കൂടിയിട്ട് 47 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ട്. തേർഡ് നമ്മളെ സ്കൗട്ടിന്റെ ടീമായുള്ള വൈൽഡ് ഫാക്സ് നിൽക്കുന്നുണ്ട് 38 പോയിന്റുമായിട്ട്. അപ്പോൾ സെമി ഫൈനൽസ് ഇനിയും 2 ദിവസങ്ങളും കൂടി ഉണ്ട്. 3 ദിവസമാണ് ടോട്ടൽ സെമി ഫൈനൽസ്. അതിൽ നിന്നും 16 ടീമുകൾ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആവുന്നുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ഇപ്പൊ നടന്നിട്ടുണ്ടായിരുന്നു. ബ്രിക്സ് ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ ടേക്കൻ 8 എന്ന് പറഞ്ഞ ഒരു ഗെയിമിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. വാസിഫ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ അതിൽ റണ്ണറപ്പ് ആയിരിക്കുകയാണ്. ഒരു ഇന്റർനാഷണൽ ഇവന്റിലാണ് ഈ ഒരു പ്ലെയർ റണ്ണറപ്പ് ആയുള്ളത്. നമ്മൾ ഇന്ത്യക്കും തന്നെ ഇന്ത്യൻ ഇ സ്പോർട്സിനും അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ആൻഡ് എന്നായിരിക്കും BGMAയിൽ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇന്ത്യക്ക് സ്ലോട്ട് കിട്ടുക, ആൻഡ് അവിടെ പോയി ഇന്ത്യ അച്ചീവ് ചെയ്യാന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ISFന്റെ വേൾഡ് ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് റിയാദിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ PUBG മൊബൈലിൻ്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ടീം വൈസ് അല്ല കാണാൻ, അതായത് ഓരോ ക്ലബ് വൈസ് അല്ല കാണാനായിട്ട് സാധിക്കുക. സ്വന്തം രാജ്യത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ കളിക്കുന്നത്. അപ്പോൾ ഉക്രൈനാണ് അതിൽ പോയിന്റ് ടേബിൾ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് 77 പോയിന്റായിട്ട്. സെക്കൻഡ് ബ്രസീൽ നിൽക്കുന്നുണ്ട് 65 പോയിന്റായിട്ട്. നമ്മളെ ഈ ഒരു വേൾഡ് ലെവലിലൊക്കെ നടക്കുന്ന ബാക്കി സ്പോർട്സ് നടക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പും നടക്കുന്നത്. എന്തായാലും നോക്കാം ഏത് രാജ്യം ഇതിൽ കപ്പ് ഉയർത്തുന്നുള്ളത്. എന്തായാലും ഇന്ത്യക്ക് ഇതിൽ സ്ലോട്ട് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്തൊരു ഇൻഫോ ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് വസിഷ്ഠ ഇ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത ബാറ്റിൽ മാനി 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവൻ്റെ സെമി ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വെറും 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെമി ഫൈനൽസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൽ TZ ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലെത്തി. ഡേ 1ലും ഡേ 2ലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ടീം കാഴ്ചവെച്ചുകൊണ്ട് 72 പോയിന്റുമായിട്ടാണ് ആ ഡാഷ് 1 പൊസിഷനിൽ നിൽക്കുന്നത്. ആൻഡ് കാർണിവൽ ഗെയിമിങ്ങിൻ്റെ ഒരു OP കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്നലെ 45 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. അങ്ങനെ 11ാം സ്ഥാനത്ത് നിന്നും 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 69 പോയിന്റായിട്ട്. തേർഡ് വസിഷ്ഠ നിൽക്കുന്നുണ്ട് 60 പോയിന്റായിട്ട്. അതിന് 5ാം സ്ഥാനത്ത് സോൾ നിൽക്കുന്നുണ്ട് 59 പോയിന്റായിട്ട്. 12ാം സ്ഥാനത്ത് റെക്കനിങ് നിൽക്കുന്നുണ്ട് 45 പോയിന്റുമായിട്ട്. ഇതിൽ നമ്മുടെ സൈറക്സിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈറക്സ് 2 ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇഷ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഒരു ടൂർണമെൻറ്റിൽ അങ്ങനെ ഒരു പ്ലെയറിന് 2 ടീമിൽ കളിക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഞാൻ വസിഷ്ഠ സ്പോർട്സിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും അവരും ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സൈറക്സിന് വാർണിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ നമുക്ക് സൈറക്സ് ഈ ഒരു ടീമിൽ കളിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വസിഷ്ഠയും ഈ ഒരു ചെറിയ ഇവൻറ്റും ആയതുകൊണ്ടാണ് ഈ ഒരു വാർണിങ്ങിൽ നിന്നത്. ഇപ്പോൾ സ്കൈ സ്പോർട്സിൻ്റെ നോഡ്വിൻ്റെ ഇവൻ്റൊക്കെ ആണെങ്കിൽ ടീമിന് അപ്പം തന്നെ ഡിസ്ക്വാളിഫൈ അടിച്ചു കൊടുക്കും. അത്രത്തോളം വലിയൊരു തെറ്റാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ 2 ടീമിൽ കളിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു സൈറക്സിന് ചിലപ്പോൾ അറിയാഞ്ഞിട്ടായിരിക്കാം, മേ ബി സ്ട്രിംസ് കളിക്കുന്ന പോലെ നോർമലി കയറിയതായിരിക്കാം. എന്തായാലും അതൊരു തെറ്റാണ്. ആൻഡ് വ്യൂവേഴ്സിനും ഇത് കുറേ പേർക്ക് അറിയില്ല ഇങ്ങനെ ഒരു ടൂർണമെൻറ്റിൽ 2 ടീമിന് വേണ്ടി കളിക്കാൻ പറ്റുമോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് വന്നിട്ട് കൊണയടിക്കാനായിട്ടും ശ്രമിക്കുക. അങ്ങനെ 16 ടീമുകൾ ഇതിൽ നിന്നും ഗ്രാൻഡ് ഫൈനൽസിലേക്കും ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മളെ മല്ലൂർഗയുള്ള നോണെക്സിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. ഒപ്പം ഒറാങ്കുട്ടാന്, മെഡലി സ്പോർട്സ്, FSC സ്പോർട്സ് തുടങ്ങിയുള്ള ടീമുകളൊക്കെ പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് ഫൈനൽസ് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഏത് ടീമായിരിക്കും ഇതിൻ്റെ ചാമ്പ്യന്മാരാകാൻ പോകുന്നതെന്ന്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2024 ഇൻവൈറ്റഡ് ടീംസിനെ അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 32 ഇൻവൈറ്റഡ് ടീംസിനാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ബ്ലൈൻഡ് ഇ സ്പോർട്സിനും അതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രീ ക്വാർട്ടർ ഫൈനൽസിലേക്കായിരിക്കും ഈ ഒരു ഇൻവൈറ്റഡ് ടീംസുകളൊക്കെ കളിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു മാസം എൻഡോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ മാച്ചുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ സ്കൈ സ്പോർട്സും റെഡ് ബുള്ളും കൂടി ചേർന്ന് റെഡ് ബുൾ എമ്മിയോടെ ഇവൻറ്റും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും 32 ഇൻവൈറ്റഡ് ടീംസുകളാണ് ഉള്ളത്. അതിൽ 10 ഇൻവൈറ്റഡ് ടീംസുകൾ അവർ ഇപ്പം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 22 ഇൻവൈറ്റഡ് ടീംസുകൾ ഏതാണെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
ഈ ഒരു മാസം 20-ാം തീയതി തന്നെ നമുക്ക് അതിൻ്റെ പ്രീ ക്വാർട്ടർ ഫൈനൽസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഏത് ടീമുകളായിരിക്കും ഈ ഒരു ഇവന്റിൽ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പോകുന്നതെന്ന്. എന്തായാലും റെഡ് ബുൾ എംഇഒയിൽ പ്രൈസ് പൂളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആൻഡ് ഒരു ദിവസത്തെ ലാൻ ഇവന്റ് ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ T1 ടീംസുകളൊക്കെ ഇതിൽ വലിയ സീരിയസോട് കൂടിയിട്ട് കളിക്കുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. എന്തായാലും നമുക്കത് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ എപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്താൻ. അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.